Hello guys, welcome back to my channel Dazzling Lotus. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബ്യൂട്ടിഫുൾ ക്രോഷ്യ നെക്ലസ് ആണ്. ലെറ്റ്സ് ഗോ. നോട്ട് സോ ഓണം ലുക്ക് ട്രെൻഡിങ്ങിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ലുക്കിനൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു ആക്സസറിയാണ് ഈ ക്രോഷ്യ നെക്ലസ്. അപ്പോൾ നമുക്കിതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ ആദ്യം കാട്ടിയത്. ക്രോഷ്യ നൂല്, അതുപോലെ ഈ ഗുങ്ക്രൂസ്, പിന്നെ കുറച്ച് ജംപ് റിങ്സ്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജംപ് റിങ്സ് ഓപ്പൺ ആക്കിയിട്ട് ഈ ഗുങ്ക്രൂസ് അതിൽ അറ്റാച്ച് ചെയ്ത് ഇതുപോലെ ഹാങ്ങേഴ്സ് ഉണ്ടാക്കി വെക്കുക. നമ്മുടെ നെക്ലസിന് 10 പെറ്റലാണ്, അപ്പോൾ നമുക്ക് 10 ഗുങ്ക്രൂ ഹാങ്ങേഴ്സ് ആവശ്യമാണ്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്രോഷ്യ നൂലിൻ്റെ ഉള്ളിലേക്ക് 1 by 1 ആദ്യമേ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഇൻസേർട്ട് ചെയ്യാനുള്ളതാണ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെക്ലസിൻ്റെ ബേസ് ലെയറാണ്. അതിന് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്ത് ഫസ്റ്റത്തെ ഒരു ചെയിൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബേസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് 62 ചെയിൻസാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഈ ക്രോഷ്യ നീഡിൽ ഉപയോഗിച്ച് ഇതുപോലെ ഇങ്ങനെ വളച്ച് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കയറ്റി ഇറക്കി ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെയാണ് ഈ ചെയിൻ സ്റ്റിച്ച് നമ്മൾ ക്രോഷ്യയിൽ ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ചെയിൻ സ്റ്റിച്ച് നമുക്ക് 62 നമ്പേഴ്സ് വേണം. നമ്മൾ 10 പെറ്റലുള്ള ഒരു നെക്ലസ്സാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്, 62 ചെയിൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ 62 ചെയിൻസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കടക്കണം. ദാറ്റ് ഈസ് സിംഗിൾ ക്രോഷ്യ എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ചെയിനിൻ്റെ ഫസ്റ്റത്തെ ലൂപ്പിൽ നമ്മൾ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി അതിൻ്റെ ഉള്ളിലൂടെ എടുത്ത് എഗെയിൻ ആ 3 ഹൂപ്സിൻ്റെ ഉള്ളിലൂടെ എടുത്ത്, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആയി വരും. എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ്, ആദ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്തു, ചെയിനിൻ്റെ ഉള്ളിലോട്ട് കയറ്റി അതിൻ്റെ ഉള്ളിലൂടെ എടുത്ത്, ഇപ്പോൾ 3 ലൂപ്സ് നമുക്ക്, ദെൻ ആ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വീണ്ടും എടുത്ത് അതേ സ്റ്റെപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം അൺടിൽ ആ 62 ചെയിൻസിൻ്റെ ഓരോ ലൂപ്പിലും നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആയി വരും. ഇത് നമ്മൾ ആ എൻഡ് വരെ, അതായത് 62 ചെയിൻസ് നമ്മൾ ഫസ്റ്റ് ചെയ്തില്ല, അതിൻ്റെ ആ എൻഡ് വരെ ചെയ്തെടുക്കണം. അത് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പിലുള്ളൊരു ബാൻഡ് കിട്ടും. ഇതാണ് നമ്മുടെ നെക്ലസിൻ്റെ ബേസ്. ഇനി നമ്മൾ നമ്മുടെ ഓരോരോ പെറ്റൽസ് നമ്മൾ എഗെയിൻ വീവ് ചെയ്ത് ക്രോഷ്യ ചെയ്ത് നമ്മൾ ഈ ബാൻഡിൻ്റെ മുകളിലാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മളൊരു ചെയിനും കൂടി എടുത്ത് നമ്മളത് നൂലിനെ വെട്ടി മാറ്റി ഈ സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ നമ്മൾ ഫിനിഷ് ചെയ്യണം. ഫിനിഷ് ചെയ്തതിന് ശേഷം വീണ്ടും നൂല് ആ ബാൻഡിലോട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ എക്സസ് നൂലുകളൊന്നും നിൽക്കാത്തൊരു സ്ഥലത്ത് നിന്ന് ഇതുപോലെ ചെയിനാക്കി ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കയറ്റി ഒരു ചെയിൻ ചെയ്യുക. 1 ചെയിൻ ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കയറ്റി ഇതുപോലെ വെക്കുക. അതിനുശേഷം ട്വിസ്റ്റ് ചെയ്യുക. രണ്ട് ചെയിൻ, അതായത് 2 ചെയിൻ, ആ ബാൻഡുമുള്ള 2 ചെയിൻ നമ്മൾ വിട്ടതിന് ശേഷം മൂന്നാമത്തെ ചെയിനിൽ ഡബിൾ ക്രോഷ്യ എന്ന് പറയും. ഡബിൾ ക്രോഷ്യ ചെയ്യണം. അത് ഇങ്ങനെ എടുത്ത്, ഇപ്പോൾ 3 കിട്ടിയില്ലേ, അതിൻ്റെ 2 ഉള്ളിലൂടെ കയറ്റി, അപ്പോൾ നമുക്ക് 2 കിട്ടി, വീണ്ടും 2 ഉള്ളിലൂടെ കയറ്റി. ദിസ് ഈസ് കോൾഡ് ഡബിൾ ക്രോഷ്യ. ഇപ്പോൾ ഈ ചെയ്ത പ്രോസസ്സ് സെയിം ലൂപ്പിൽ തന്നെ 4 നമ്മൾ ചെയ്യണം. ഒരു ഡിസ്ക്ലെയിമറാണ്, ക്രോഷ്യ കുറച്ചെങ്കിലും അറിയാത്തവർക്ക് ഇത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സൂക്ഷിച്ച് നോക്കിയാൽ കുറച്ചൊരു എഫേർട്സ് ഇട്ടാൽ നമുക്കിത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 4 ഡബിൾ ക്രോഷ്യ ഒരേ ലൂപ്പിൻ്റെ ഉള്ളിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാങ്കിളിനെ മടക്കിയാൽ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു ഷേപ്പ് നമുക്ക് ഫോമായി വരുന്നത് കാണാം. അങ്ങനെ ഫോമായി വന്ന് 4th ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ 3 ചെയിൻസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ചെയിൻ ചെയ്യുക. ഫസ്റ്റ് ചെയിൻ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തിട്ട് യു ഹാവ് ടു ബ്രിങ് ദാറ്റ് ഗുങ്ക്രൂവിനെ ഇങ്ങോട്ട് താഴോട്ട് ഇറക്കിക്കൊണ്ടുവരണം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ പ്രയോർ ഗുങ്ക്രൂ നൂലിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടത്. എന്നിട്ട് സെക്കൻഡ് ചെയിൻ ചെയ്യുക, എഗെയിൻ തേർഡ് ചെയിൻ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ
പെറ്റലിൻ്റെ ടോപ്പ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ആ പെറ്റലിൻ്റെ ടോപ്പ് കോർണറിലുള്ള ലൂപ്പിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഈ ക്രോഷ്യ നീഡിലിനെ കടത്തിയിട്ട് ഇതിനെ സെക്യൂറായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അത് നമ്മൾ ആ ഗുങ്ക്രൂവിനെ അവിടെ വൃത്തിയിൽ നമ്മൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹാഫ് ട്രയാങ്കിൾ കോണിക്കലിൽ 4 ഡബിൾ ക്രോഷ്യ ചെയ്തല്ലോ, അതേ ലൂപ്പിൽ തന്നെ എഗെയിൻ 4 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് പെറ്റൽ നമ്മൾ ഫിനിഷ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം എന്താണോ ചെയ്തത് അതേ സാധനം വീണ്ടും ചെയ്യുക. ഡബിൾ ക്രോഷ്യ 3 ലൂപ്സ് കിട്ടി, 2 എണ്ണത്തിലൂടെ കയറ്റുക, എഗെയിൻ 2 എണ്ണത്തിലൂടെ കയറ്റുക. ഇതേ പ്രോസസ്സ് എഗെയിൻ 3 മോർ ടൈംസ് ചെയ്തിട്ട് നമ്മൾ എഗെയിൻ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നെക്ലസിൻ്റെ മെയിൻ ബാൻഡിൻ്റെ ഉള്ളിലോട്ട് ഈ പെറ്റലിനെ സെക്യൂർ ചെയ്യുക. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഞാൻ ആക്ച്വലി സെക്യൂർ ചെയ്യുന്ന ഫുട്ടേജ് റെക്കോർഡ് ചെയ്തില്ല, അത് മിസ്സായിപ്പോയി. പക്ഷേ നത്തിങ്, നമ്മളിപ്പോൾ ആ ഗുങ്ക്രൂവിനെ അവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഈ 4 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ പെറ്റൽ ഫോമായി കിട്ടും. ആ ഫുൾ പെറ്റലിനെ ഇതുപോലെ ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു ഷേപ്പ് ഫോമായിട്ട്, ഇതാണ് നമ്മുടെ നെക്ലസിൻ്റെ ഫസ്റ്റ് പെറ്റൽ. അപ്പോൾ ആ പെറ്റലിനെ മെയിൻ ബാൻഡിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ആ ലൂപ്പിലോട്ട് കയറ്റി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തു. എന്നിട്ട് ഈ സെയിം പ്രോസസ്സ് നമ്മൾ ഫുൾ ബാൻഡിൽ കംപ്ലീറ്റ് ആക്കി. അതായത് നമ്മൾ 10 പെറ്റൽസാണ് ഇതുപോലെ ചെയ്തെടുത്തത്. സെയിം പ്രോസസ്സ് തന്നെ ചെയ്ത് നമ്മുടെ നെക്ലസിൻ്റെ ബോഡി നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ എക്സസ് ആയിട്ട് നിൽക്കുന്ന നൂലുകളെല്ലാം നമ്മൾ ആ ക്രോഷ്യ ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വൃത്തിയായി ട്രിം ചെയ്ത് അതിനെ പുറത്ത് കാണാത്ത രീതിയിൽ ആക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ നെക്ലസ് റെഡി ആയിട്ടുണ്ട് വിത്ത് 10 പെറ്റൽസ്. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നെക്ലസ് നമുക്ക് കെട്ടാനുള്ള ആ ഒരു ടൈ ബാൻഡ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ നൂല് ഒരു ഭാഗം കുറച്ച് നീളം കുറച്ചിട്ടും അതുപോലെ നെക്സ്റ്റ് ഭാഗം നൂല് നമ്മുടെ വൂൾ നൂലിൻ്റെ ഭാഗമാക്കി എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ട്വിസ്റ്റ് ആൻഡ് ടേൺ ചെയ്ത് ചേഞ്ച് ചെയ്യണം. കാരണം ഇതിന്മേൽ നമ്മൾ ആദ്യം ചെയ്ത പോലത്തെ സിംഗിൾ ചെയിൻ ചെയ്താൽ അത് അത്ര ഒരു ഉറപ്പുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഡബിൾ ത്രെഡാക്കിയെടുത്ത് വളച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലൂടെ കയറ്റിയിട്ടുള്ള ഒരു ഡബിൾ ചെയിനിങ് മെത്തേഡ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒരു സ്ട്രോങ്ങർ ത്രെഡിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ കാരണം ഇത് നമുക്ക് കെട്ടാനുള്ളതാണല്ലോ നെക്ലസ്, അതിനാണ് നമ്മൾ ഈ ഡബിൾ ചെയിനിങ് മെത്തേഡ് നെക്ലസിൻ്റെ ബാക്കിൽ ചെയ്യുന്നത്. ഇതിങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുത്താൽ നമ്മുടെ നെക്ലസിൻ്റെ ടൈ ചെയ്യാനുള്ള ഭാഗവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ എൻഡിൽ നമുക്ക് നന്നായി അതിനെ കെട്ടി സെക്യൂർ ചെയ്തതിന് ശേഷം നമുക്ക് ഓരോരോ ബഞ്ച് ഓഫ് ഗുങ്ക്രൂസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, നിർബന്ധമില്ല, പക്ഷേ ഒരു ഭംഗിയാണത്. അതിൻ്റെ എൻഡ് ഒന്ന് ഫിനിഷായിരിക്കാൻ വേണ്ടി മാത്രം ഇതുപോലെ നമ്മൾ നെക്ലസിൻ്റെ ആ പെറ്റൽസിൻ്റെ ടിപ്പിൽ ചെയ്ത പോലെ തന്നെ ഗുങ്ക്രൂസ് അറ്റാച്ച് ചെയ്ത് പിന്നെ അതിനെ കെട്ടി നന്നായി സെക്യൂറും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്ലസിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ചെയ്ത പോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്ത് അത് ട്രിം ചെയ്തതിന് ശേഷം ലൈറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊന്ന് വൃത്തിയിൽ അതിനെ ഫിനിഷ് ചെയ്തെടുത്താലും നന്നായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ നെക്ലസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ 2 ഭാഗത്തെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാം. ഞാനൊരു ബ്ലാക്ക് സാരിയുടെ കൂടെയാണ് സ്റ്റൈൽ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും ബൈ.